എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മയസ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനുണ്ട്, നോക്കാവുന്നതാണ്. ഇനി മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. Four of Pentacles, King of Swords, Knight of Swords, Five of Pentacles, Two of Pentacles, Knight of Pentacles, Ace of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളുള്ളൊരു മാസം എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ചലഞ്ചസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെ അതിജീവിക്കാനായിട്ടുള്ള കഴിവും നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ ഫസ്റ്റ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഇല്ല. സാമ്പത്തിക കാര്യങ്ങൾ തിരക്കില്ലാതെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു, നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് പറയാം ഒരു പരിധി വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും എന്തൊക്കെയോ ഭയമാണ് നിങ്ങളുടെ ഉള്ളിൽ. ഇപ്പോൾ കയ്യിൽ നല്ല സാമ്പത്തികം, തിരക്കേറ്റില്ലാത്തൊരു സാമ്പത്തികം ഉണ്ടാവാം, നല്ലൊരു ജോലിയും കുടുംബവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയായിരിക്കാം. പക്ഷെ എന്തൊക്കെയോ ഭയമാണ്. ഇപ്പോൾ കയ്യിലുള്ളത് നിലനിൽക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടല്ലോ, ആ ഭയമാണ് അടുത്തിടയ്ക്ക് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ മൈൻഡിൽ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ കൂടിയും ഈ ജോലി നിലനിൽക്കുമോ, പല കാരണങ്ങൾ കൊണ്ടിട്ടാവും. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം, സാഹചര്യമാവാം, നിങ്ങളുടെ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ, അവരുടെ സാഹചര്യങ്ങളാവാം. എന്തുകൊണ്ടായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ഫീലിംഗ് മാത്രം മതിയാകും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സമൃദ്ധിയെ തടുക്കാനായിട്ട്. അത് നമ്മൾ പലപ്പോഴും പറയും, പല കാരണങ്ങൾ. ഇപ്പോൾ ജാതകപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അസ്ട്രോളജി ബേസിസിൽ നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണെന്നിരുന്നാൽ കൂടിയും നിങ്ങളെപ്പോഴും ചിന്തിക്കുന്ന നെഗറ്റീവ്, ഇപ്പോൾ നമ്മൾ പറയും ചില ആളുകൾ പ്രാഗ് എന്ന് പറയും, പഴി പറയുകയെന്ന്. സന്ധ്യാസമയത്തിരുന്ന് പ്രാഗരുതെന്നൊക്കെ പറയുന്ന ആളുകൾ, പഴമക്കാർ പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരാളെ പ്രാഗ് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുക, കേഴ്സ്, ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. അതിപ്പോൾ മറ്റൊരാൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മൈൻഡിൽ നമ്മളോട് തന്നെ പറയുന്ന, അതായത് എനിക്ക് ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഡൗട്ടാണ്. അപ്പോൾ നിങ്ങളോട് തന്നെ പറയുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മൈൻഡിലുണ്ട് എങ്കിൽ നിങ്ങളത് മാറ്റാം. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പൊസിഷൻ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട്, അതായത് കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, നമ്മൾ പണം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ പറയും ഒന്നിനും ചിലവാക്കില്ല എന്നുള്ളത്, പിശുക്ക് എന്നുള്ളത്. അപ്പോൾ അതും ഒരു നെഗറ്റീവ് എനർജിയാണ്. അത് സേവ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, നല്ല രീതിയിൽ ചിലവാക്കുന്നതിനെ കുറിച്ചല്ല. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾക്കൊന്നും ചിലവാക്കുന്നില്ല, വേണ്ട കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ ചിലവാക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ ഒന്നിനും ചിലവാക്കാതെ പിശുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ എനർജിയും നെഗറ്റീവാണ്, അതും സ്കാർസിറ്റി മൈൻഡ് സെറ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ പണം നിങ്ങളിലേക്ക് എത്തണം, അങ്ങോട്ടേക്കും ഫ്ലോ രണ്ട് സൈഡിലേക്കും ഉണ്ടെങ്കിലാണ് അവിടെ വളർച്ച ഉണ്ടാകുന്നുള്ളൂ. ഒരു സൈഡിലേക്ക് മാത്രം ഇരിക്കുമ്പോൾ അത് വളരുന്നില്ല. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ പല ആളുകളെ സംബന്ധിച്ച് സാധ്യതകളുള്ള സമയമാണ് ഈ ഒരു മാസം. അതായത് പുതിയ ജോലി സാധ്യത, ബിസിനസ് സാധ്യത, അങ്ങനെയുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ, ഔദ്യോഗിക ജീവിതത്തിൽ സാധ്യതകൾ കാണിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നല്ല സമയമാണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ട് നിങ്ങളത് കളയാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പുതിയ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളായിട്ട് പുതിയ അതായത് വരുമാന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ജോലിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ട് നിങ്ങളോടൊപ്പം ഉള്ളവർ, അതായത് ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ സഹോദരങ്ങളോ, അല്ലെങ്കിൽ ആരെങ്കിലും മക്കളൊക്കെ, അവർക്കൊന്നും ജോലി ഉണ്ടാവില്ല. ചിലപ്പോൾ പഠിക്കുന്നവരായിരിക്കും, പ്രായമായവരായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും. അല്ലെങ്കിൽ ഇപ്പോൾ ഹൗസ് വൈഫായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ ആരെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുമ്പോൾ
അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അതിൽ നിന്നുണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന അഡീഷണൽ ഒരു ഇൻകം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യവും ആവും. ഫാമിലിയിൽ ആർക്കെങ്കിലും ജോലി കിട്ടുന്നത് ഒരു സഹായമാകാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബിസിനസ് കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് പറയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എന്തിനും ഇതിനെ ധൃതി പിടിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ സമയമായിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ധൃതിയിലേക്ക് പോകാതിരിക്കുക. പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിലാണത് പറയുന്നത്, ധൃതി പുറത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സക്സസ് സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച വിജയം നേടുന്നുണ്ട്. ഇപ്പോൾ PSC എഴുതിയവർ, റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ കാര്യം, അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നവർ ഗവൺമെൻറ് ജോലിയിലേക്ക് കയറാൻ, ഇനി പ്രൈവറ്റിലാണെങ്കിലും പ്രൊമോഷൻ മറ്റ് കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവർ, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാജിക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ, ചില ആളുകൾ ഒത്തിരി കാത്തിരുന്നിട്ട് പലതും ലഭിക്കാത്തതുകൊണ്ട് ഇട്ടിട്ട് പോകുന്ന തോന്നലൊക്കെ വരുന്ന സമയമാണ്. പലപ്പോഴും നമ്മൾ ആ കാര്യം നമ്മൾ നേടുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഗീവ് അപ്പ് ചെയ്യാനായിട്ട് പലർക്കും തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിട്ട് കളയാതിരിക്കുക, കാരണം ഇനിയും സമയമുണ്ട്, നിങ്ങൾക്ക് സാധ്യതകളും ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള പക്വതക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്വതയോട് കൂടിയിട്ട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും മറ്റും ചെയ്യുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്കായിട്ടുള്ളൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നൈറ്റ് ഓഫ് സോട്ട്സ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധൃതി അല്ല, നിങ്ങളായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. റിസൾട്ട് നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേ പലപ്പോഴും പണത്തിന് പുറകെ നിങ്ങൾ പോകേണ്ടി വരാറില്ല, പണം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന വർക്ക് നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ നല്ലൊരു സോളിഡ് ഫൗണ്ടേഷൻ, അത് ജീവിതത്തിന് നല്ലൊരു അടിത്തറ സൃഷ്ടിക്കാൻ പറ്റുന്ന സമയമാണിപ്പോൾ. ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന സ്വന്തമായിട്ട് വീടെന്നുള്ളൊരു സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതാവും, വീടിന് കല്ലിടിയിൽ അല്ലെങ്കിൽ വീട് പണി തുടങ്ങുന്ന പ്ലാൻ വരയ്ക്കുന്നതാവാം, അല്ല കല്ലിടിയിൽ, അതുപോലെയുള്ളൊരു ഫൗണ്ടേഷൻ വർക്ക്സ് തുടങ്ങുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ പലരെ സംബന്ധിച്ച് ഒത്തിരി ആത്മാഭിമാനം, തൃപ്തിയും ഒക്കെ തോന്നുന്ന, സ്വയമേ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്ന മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അധികം വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നു, അങ്ങനെയുള്ളൊരു അതായത് എക്സസൈസ് ആവാം, നടക്കുന്നൊരു ശീലമാവാം, എന്ന് തന്നെയായാലും വെറുതെ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി, അതായത് വെറുതെ സ്റ്റക്കായിട്ട് ഇരിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ നിങ്ങളുടെ ഹോബീസ് അതുപോലുള്ള കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ ബാധിക്കാതിരിക്കാൻ, നിങ്ങളെ പിടികൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വളരെയധികം നെഗറ്റീവ് ഫീലിൽ നിന്ന് നിങ്ങളുടെ ഒരു പേഴ്സണൽ പവർ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങൾ കുറച്ച് നെഗറ്റീവ് ആവുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആഗ്രഹിച്ച കാര്യം നടന്നില്ല, അപ്പോൾ ആ ഒരു കാര്യം നടക്കാതെ പോകുമ്പോൾ പുതിയൊരു വാതിൽ നിങ്ങൾക്കായിട്ട് തുറക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടിടത്ത് നോക്കുന്നില്ല എന്നുള്ളത്. സഹായം ലഭിക്കുന്നിടത്തേക്ക് നമ്മൾ സഹായം ചോദിക്കുന്നില്ല, മറിച്ച് സഹായം കിട്ടാത്തിടത്താണ് ചോദിക്കുന്നത്. അപ്പോൾ ആരായാലും പോയാലൊരു വാക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചോദിക്കാനുള്ളത്, സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കാതിരിക്കുക എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ചില സുഹൃത്തുക്കളെ മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട്, സാമ്പത്തികം മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളിലും ആവാം. ഏസ് ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റുമൊക്കെ നല്ല സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉള്ളത് കൊണ്ടല്ല സാമ്പത്തിക സഹായം എന്ന് പറയുന്നത്, അത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ വീട് വയ്ക്കാൻ പോകുന്നു, അപ്പോൾ അപ്പോഴത്തെ സമയത്തേക്ക് തൽക്കാലത്തേക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് അത് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ലാണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ലോൺ കിട്ടാനുണ്ടായിരുന്നത് വൈകുന്നതോ അങ്ങനത്തെ സിറ്റുവേഷൻ എന്തെങ്കിലും ആവും. അപ്പോൾ എന്തായാലും പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയും സ്വന്തമായിട്ട് 10 കാശ് സമ്പാദിക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വരികയാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമ്പോൾ ആ ഒരു മനസ്സിനൊരു തൃപ്തിയും സ്വാതന്ത്ര്യവും ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണെന്നുള്ളത്
ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.